ഹായ് മക്കളെ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരുന്നു. ഈ സെഷനിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൽ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കിക്കാണാം. അതിന് മുൻപായിട്ട് എനിക്ക് ഒരു കോൺസെപ്റ്റ് കൂടെ പറയണം, വിച്ച് ഇസ് ഇപ്സോ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലെറ്റ്സ് സേ നമ്മൾ ബെൻസീൻ എടുക്കുന്നു. നമ്മുടെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോഫൈൽ വരുന്നു. ആ ഹൈഡ്രജനെ ആര് റീപ്ലേസ് ചെയ്യുന്നു? യെസ്, ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോഫൈൽ വരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഈവൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ പോലും, ലൈക്ക് ലെറ്റ്സ് സേ NO2 ആണെങ്കിൽ ദിസ് ഇസ് NO2. ഓക്കെ, NO2 ആണെങ്കിൽ ഇലക്ട്രോഫൈൽ ഒരിക്കലും NO2വിനെ എന്ത് ചെയ്യുന്നില്ല? യെസ്, റീപ്ലേസ് ചെയ്യുന്നില്ല. മറിച്ച് ആരെ റീപ്ലേസ് ചെയ്യും? യെസ്, ഹൈഡ്രജനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്, മെറ്റാ ഡയറക്റ്റിംഗ് അല്ലേ. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ബെൻസീൻ്റെ കേസിൽ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് ആരാണ്? ഹൈഡ്രജനാണ്. പക്ഷേ ഇപ്സോ അറ്റാക്കിൻ്റെ കേസിൽ ലെറ്റ്സ് സേ നമ്മൾ പറയുകയാണ് ഇവിടെ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ഓക്കെ, ലെറ്റ്സ് സേ ഓൾറെഡി ആരുണ്ടാകും? ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഗ്രൂപ്പിനെ ആയിരിക്കും ആര് റീപ്ലേസ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോഫൈൽ റീപ്ലേസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇപ്സോ. ഇതിനെയാണ് നമ്മൾ ഇപ്സോ ഓർത്തോ പൊസിഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഇപ്സോ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ഇസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇൻ വിച്ച് ഇൻകമിങ് ഇലക്ട്രോഫൈൽ, ഇതാണ് നമ്മുടെ ഇൻകമിങ് ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. ഇൻകമിങ് ഇലക്ട്രോഫൈൽ, ഓക്കെ, അറ്റാക്സ് ദി സെയിം കാർബൺ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇപ്സോ കാർബൺ. സെയിം കാർബൺ ആറ്റം ഓഫ് എൻ അരോമാറ്റിക് റിംഗ് ദാറ്റ് ഈസ് ഓൾറെഡി ബിയേഴ്സ് എ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. ഓക്കെ, അതായത് ഇവിടെ ഓൾറെഡി എന്തുണ്ട്? നമ്മുടെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ ആര് റീപ്ലേസ് ചെയ്യും? യെസ്, ഇലക്ട്രോഫൈൽ റീപ്ലേസ് ചെയ്യും. അല്ലാതെ ഹൈഡ്രജനെ അല്ല, മറിച്ച് ആരെ റീപ്ലേസ് ചെയ്യും? യെസ്, സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ റീപ്ലേസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇപ്സോ അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് ഇങ്ങനെയൊരു കാര്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഇതെന്താണ്? നമ്മുടെ ടേഴ്ഷറി ബ്യൂട്ടൈലാണ് അല്ലേ. യെസ്, ടേഴ്ഷറി ബ്യൂട്ടൈൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഇതാ ഇവിടെ ഇവരൊക്കെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പൈ ബോണ്ട് പോയിട്ട് H+നെ അറ്റാക്ക് ചെയ്യും, ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇതാ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ലെറ്റ്സ് സേ കുറച്ച് ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ. യെസ്, ടേഴ്ഷറി ബ്യൂട്ടൈൽ നമുക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുക. സോ വി ഹാവ് ടേഴ്ഷറി ബ്യൂട്ടൈൽ ആൻഡ് വി ഹാവ് ഡബിൾ ബോണ്ട് ഉണ്ടാകും അല്ലേ. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാകും. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈഡ്രജൻ ഞാൻ യെല്ലോയിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും? യെസ്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഹൈഡ്രജൻ അല്ല, മറിച്ച് എന്ത് ചെയ്യും? ഇപ്സോ അറ്റാക്ക് ആണ്. അപ്പോൾ ഇതാ ഈ ടേഴ്ഷറി ബ്യൂട്ടൈൽ അങ്ങ് പോകും. ഓക്കെ, ലീവ് ചെയ്ത് പോകും. എന്നിട്ട് അരോമാറ്റിസിറ്റി റീപ്ലേസ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ദിസ് ബെൻസീൻ ആസ് സെറ്റസ്. ഓക്കെ, ആൻഡ് വി വിൽ ഹാവ് ഹൈഡ്രജൻ ഓവർ ഹിയർ. ഓക്കെ, പുറത്ത് പോകുന്നത് ആരാണ്? യെസ്, നോക്കിക്കോളൂ, വിത്ത് എ പോസിറ്റീവ് ചാർജ് എന്നുള്ള രീതിയിലായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാകും? ഹൈഡ്രജൻസ് ഉണ്ടാകും. അപ്പോൾ ഇവരെന്ത് ചെയ്തോളും? ആൽക്കീനായിട്ട് -H+ അങ്ങ് പോയിട്ട് യെസ്, യു വിൽ ബി ഗെറ്റിംഗ് ആൽക്കീൻ. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് ആൽക്കീൻ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് വരും. ഇതാണ് ഇപ്സോ അറ്റാക്ക്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അതായത് ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂവൻറ്റ് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ആരൊക്കെ ഉണ്ട്? യെസ്, നമ്മുടെ ഇലക്ട്രോഫൈൽ കൊണ്ട്. ഓൾറൈറ്റ്, ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു എക്സാമ്പിൾ സൈലീൻ. ഓക്കെ, ഓർത്തോസൈലീൻ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? എഗെയിൻ ഇത് പോയിട്ട് എന്ത് ചെയ്യും? യെസ്, അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യുമ്പോൾ യെസ്, വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ CH3 ഉണ്ടാകും. ഓഫ് കോഴ്സ് വി വിൽ ഹാവ് സംതിങ് ലൈക്ക് ദിസ് ആൻഡ് CH3 ആൻഡ് വോട്ട് ഹൈഡ്രജൻ വിത്ത് എ കാർബോകാറ്റയോൺ. ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇത് എന്ത് ഡിഗ്രി കാർബോകാറ്റയോൺ ആണ്? സെക്കൻഡ് ഡിഗ്രി ആണല്ലേ. അപ്പോൾ ഇവിടെ എന്തൊരു പോസിബിലിറ്റി ഉണ്ട്? യെസ്, മീഥൈൽ ഷിഫ്റ്റിൻ്റെ പോസിബിലിറ്റി ഉണ്ട് അല്ലേ. മീഥൈൽ ഷിഫ്റ്റിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇയാൾ എവിടേക്ക് വരും? യെസ്, ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഓക്കെ, ഇങ്ങനെ വിൽ ബി ഗെറ്റിംഗ് CH3. ഓക്കെ, ഹൈഡ്രജൻ ആൻഡ് ഇവിടെ ഈ മീഥൈൽ ഷിഫ്റ്റ് നടത്തിയിട്ട് ഇവിടെ എന്തുണ്ടാകും? ഒരു CH3 ഉണ്ടാകും. ഓഫ് കോഴ്സ് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാകും അല്ലേ. യെസ്, ആൻഡ് ഇവിടെ ഈ മീഥൈൽ പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് വരുന്നു, അരോമാറ്റിസിറ്റി റീപ്ലേസ് ചെയ്യുന്നു ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്? യെസ്, മെറ്റാസൈലീൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. യെസ്, യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ഇസ് യുവർ CH3
ആൻഡ് ദിസ് ഇസ് യുവർ CH3. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഹൈഡ്രജൻ അല്ലേ, ഈ ഹൈഡ്രജൻ ആരെ റീപ്ലേസ് ചെയ്തു? ബേസിക്കലി ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ. ഓക്കെ, യെല്ലോ വരുന്ന ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന CH3 എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ഇപ്സോ അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആദ്യം തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടാകും. അവരെ ആര് റീപ്ലേസ് ചെയ്യും? യെസ്, നമ്മുടെ ഇൻകമിംഗ് പ്രൊഫൈല് റീപ്ലേസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇപ്സോ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോഫിലിക് അറ്റാക്കാണ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ചിലപ്പോൾ ചോദിച്ചേക്കാം, ഇങ്ങനൊരു കാര്യം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണെന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഏതാണ്? ഇപ്സോ അറ്റാക്ക്. ഓക്കെ, നൗ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ പറയുന്നത്. സോ ഇതൊക്കെ ആരാണ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് തയോഫീൻ അല്ലേ? ഇവരെയാണ് നമ്മൾ തയോഫീൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇയാളെ നമ്മൾ എന്ത് വിളിക്കും? പൈറോൾ എന്ന് വിളിക്കും. ഓക്കെ, ഇയാളെന്ത് വിളിക്കും? ഫ്യൂറാൻ എന്ന് വിളിക്കും. ആൻഡ് ദിസ് ഇസ് പിരിഡീൻ. ഓക്കെ, പിരിഡീൻ, ദിസ് ഇസ് പിരിഡീൻ. ഓക്കെ, ഇവരെയാണ് നമ്മൾ ഇൻജോൾ എന്ന് വിളിക്കുക. ഓക്കെ, യെസ്, ഇതിനെ നമ്മൾ ക്യുനോളിൻ എന്ന് വിളിക്കുന്നു. ക്യുനോളിൻ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഐസോക്യുനോളിൻ. ഐസോക്യുനോളിൻ. ഓക്കെ, നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരണോ? ലൈക്ക് ഇത് ഓൾറെഡി ഞാൻ വരച്ചതാണ്, നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിൽ. ഒന്നുമില്ല, സിമ്പിളാണ്. ഇതാണ്. യെസ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇതാണ് ഇൻറ്റോളിൻ്റെ സ്ട്രക്ചർ. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇങ്ങനെ വരും. ബെൻസീൻ റിംഗ് വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഇതാണ് ഇൻറ്റോൾ. സോറി, ഓക്കെ, ഇതാണ് നിങ്ങൾ കാണുന്ന ഇൻറ്റോളിൻ്റെ സ്ട്രക്ചർ. ഇതാണ്. ഓക്കെ, ബെൻസീൻ വിത്ത് 2 കാർബൺ ആറ്റം, 1 നൈട്രജൻ. ഓക്കെ, ഇനി ക്യുനോളിൻ എന്ന് പറയുമ്പോൾ ഒരു ബെൻസീൻ റിംഗ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നൈട്രജൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ ഡബിൾ ബോൺസ് വരുന്നത് അല്ലേ? ഇതാണ് ക്യുനോളിൻ. ഐസോക്യുനോളിൻ എന്ന് പറയുമ്പോൾ നേരെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഐസോക്യുനോളിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ എന്ത് വരും? യെസ്, നൈട്രജൻ വരും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, നമ്പറിങ്ങിൽ മാത്രമാണ്. ഇവിടെ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 എന്നൊക്കെ നമ്മൾ നമ്പർ ചെയ്യും. ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? 1 2 3 4. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, സോ ദിസ് ഇസ് യുവർ ഐസോക്യുനോളിൻ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് യുവർ ക്യുനോളിൻ. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, യെസ്. അപ്പോൾ ഇവരുടെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത് മാത്രമല്ല, നാഫ്തലീനും ആന്ത്രസീനും ഒക്കെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. പിന്നെ തയോഫീനും ഫ്യൂറാനും ഒക്കെ നമുക്ക് ഓൾറെഡി വളരെ പെർട്ടിക്കുലർലി നമുക്ക് അറിയാവുന്ന കോമ്പൗണ്ടാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യം നമുക്ക് ആരെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് തയോഫീനും ഫ്യൂറാനെയും പൈറോളിനെ നമുക്കൊന്ന് എടുക്കാം. പിരിഡിൻ അവിടെ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, ഐ ഹാവ് ലൈക്ക് ദിസ്. ഇതാണ് എൻ്റെ അല്ലേ pyrrole. Okay, this is my pyrrole, NH. Okay, and this is my furan. Okay, this is my furan, and this is my thiophene. Okay, this is my thiophene. So nitrogen pyrrole ആണ്, this is furan, and this is my thiophene. Okay, ഇവരുടെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, ആരാണ് നന്നായിട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി വിട്ടുകൊടുക്കുക? ഇവിടെ ഓഫ് കോഴ്സ് നൈട്രജൻ ആണ് അല്ലേ? യെസ്. അപ്പോൾ റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും പൈറോളിന് എന്തായിരിക്കും? ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, കാരണം എന്താണ്? ഇപ്പോൾ നൈട്രജനും ഓക്സിജനുമാണ് എടുക്കുന്നതെങ്കിൽ ആരാണ് കൂടുതൽ നന്നായിട്ട് വിട്ടുകൊടുക്കുക? ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് അല്ലേ? യെസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് നൈട്രജൻ. അപ്പോൾ ഇവർ പിടിച്ചു നിർത്താനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. കാരണം ഇവരിങ്ങനെ ഡൊണേറ്റ് ചെയ്താൽ, ഇതിങ്ങോട്ട് ഡൊണേറ്റ് ചെയ്തു, ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോഫൈലിനെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ദിസ് ഇസ് 2p, ദിസ് ഇസ് 2p. ഇവിടെ ഇതെന്താണ്? 3p ആണ്. അപ്പോൾ ഇവർക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. സോ ബേസിക്കലി റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് പൈറോൾ ആണ്, ദെൻ കംസ് വോട്ട് ഫ്യൂറാൻ ആണ്. ഓക്കെ, ദെൻ കംസ് വോട്ട് തയോഫീൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ നോസ് എന്ന് ആലോചിച്ചാലും മതി. ഓക്കെ, മൂക്ക്. കാരണം ഇവിടെ നൈട്രജൻ ആണ്, ഓക്സിജൻ ആണ്, സൾഫർ ആണ്. നോസ്. പക്ഷേ നിങ്ങളെ ഞാൻ അരോമാറ്റിസിറ്റിയുടെ ഒരു ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിക്കും. അരോമാറ്റിസിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത്, ഓക്കെ, ഓർഡർ ഇസ് ലൈക്ക് ദിസ്. തയോഫീൻ ആണ്. ഓക്കെ, തയോഫീൻ ആണ് ഏറ്റവും കൂടുതൽ. ദെൻ കംസ് വോട്ട് പൈറോൾ. ഓക്കെ, ദെൻ കംസ് ഫ്യൂറാൻ എന്നുള്ള രീതിയിലായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് തരാം. ഓക്കെ,
അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അരോമാറ്റിസിറ്റിയുടെ കേസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യും മനസ്സിലാക്കുക. റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ നോസ്, ഓക്കെ, പൈറോൾ, ഫ്യൂറാൻ ആൻഡ് തയോഫിൻ. ഇനി ഇവരുടെ ഏത് പൊസിഷനിലാണ് ആക്ച്വലി ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ലെറ്റ്സ് സേ ഞാനിങ്ങനെ ജനറലായിട്ട് പറയാം, കാരണം ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. ഇവിടെ നൈട്രജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ കാണിക്കുന്ന റിയാക്ഷൻസും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. നോക്കിക്കോളൂ, ലെറ്റ്സ് ഞാനിങ്ങനെ വരയ്ക്കുകയാണ്, ഓക്കെ, ഓർ ഐ വുഡ് കോൾ ദിസ് എക്സ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. ആൻഡ് ദിസ് എക്സ് ഇസ് NH ആകാം, ഓക്കെ, ഓക്സിജൻ ആകാം, സൾഫർ ആകാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൈറോള്, തയോഫിൻ ആൻഡ് ഫ്യൂറാൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനെ നമ്പർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇതിനെ 1 2 3, ഓക്കെ, 1 2 3 എന്നുള്ള രീതിയിൽ നമ്പർ ചെയ്യാം. നമ്മൾ ഇലക്ട്രോഫിലിക് അരോമാറ്റിക്സ് ആൻഡ് നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ രണ്ട് പൊസിഷനും എന്താണ്, ഇക്വാലൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നില്ല, മാർക്ക് ചെയ്യുന്നില്ല 1 2 3. ഓർ നിങ്ങൾ ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കാണാൻ പറ്റും ദിസ് ഇസ് ആൽഫ പൊസിഷൻ, ദിസ് ഇസ് ബീറ്റ പൊസിഷൻ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1 2 3 അല്ലെങ്കിൽ ആൽഫ ബീറ്റ എന്ന് നിങ്ങൾക്ക് നമ്പർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഏത് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമെന്നുള്ളതാണ്. സെക്കൻഡ് പൊസിഷനിലാണോ അല്ലെങ്കിൽ തേർഡ് പൊസിഷനിലാണോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. ഓക്കെ, ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് തേർഡ് പൊസിഷനിലാണ് നടക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇലക്ട്രോഫൈൽ വരുന്നു, തേർഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ, ഓക്കെ, എക്സ് ഇങ്ങനെ വരും, സോറി ഫോർ ദിസ്, ഓക്കെ, ഇങ്ങനെ എക്സ് വരുന്നു. ഓക്കെ, തേർഡ് പൊസിഷനിലാകുമ്പോൾ ഇതാ ഇവിടെ ആര് വരുന്നു, നമ്മുടെ ഇലക്ട്രോഫൈൽ വരുന്നു. ആൻഡ് ഇവിടെ എന്ത് വരും, അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ സ്വാഭാവികമായിട്ടും എന്ത് വരും, പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതാ ഇവിടെ മീസോമറിക് എഫക്റ്റ് ഉണ്ട് അല്ലേ. ഇവിടെ പ്ലസ് എം ഓഫ് കോഴ്സ് നമുക്കുണ്ടാകും. പ്ലസ് എം എഫക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് വരും, ഒരു റെസണേറ്റിംഗ് സ്ട്രക്ചറും കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് സംവോട്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ വരും, ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് ആയിരിക്കും. സോ ദിസ് വിൽ ക്യാരി വോട്ട് പോസിറ്റീവ് ചാർജ്, ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് എഫക്റ്റ് ആണുള്ളത്, പ്ലസ് എം എഫക്റ്റ് ആണ് ഉള്ളത്. ഇനി റെസണൻസ് നടക്കുമോ, ഇല്ല, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല അല്ലേ, ഓഫ് കോഴ്സ്. ഇനി തേർഡ് പൊസിഷൻ നോക്കി, ഇനി നമുക്ക് എന്തായിരിക്കും സെക്കൻഡ് പൊസിഷൻ ഒന്ന് നോക്കി നോക്കാം. ലെറ്റ്സ് സേ സെക്കൻഡ് പൊസിഷനിലാണ് നമ്മുടെ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ ആൽഫ പൊസിഷൻ. ഓക്കെ, ലെറ്റ്സ് കോൾ ദിസ് ബീറ്റ ആൻഡ് ദിസ് ആസ് ആൽഫ. ആൽഫയിലാണെങ്കിൽ നിങ്ങൾ പറയൂ എങ്ങനെയായിരിക്കും, ഇതാ ഇങ്ങനെ സോറി, ഓക്കെ, സംതിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ വരും അല്ലേ. ലെറ്റ്സ് സേ എക്സ് എന്നുള്ള രീതിയിലും. ഇതാ സെക്കൻഡ് പൊസിഷനിലാണെങ്കിൽ ഇവിടെ വരും, ഇലക്ട്രോഫൈൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജ് എവിടെയാണ് ഉണ്ടാകുക, ഓഫ് കോഴ്സ് പോസിറ്റീവ് ചാർജ് ഇവിടെയാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വരക്കാലോ. ഓക്കെ, ഇതെന്ത് എഫക്റ്റ് ആണ്, പ്ലസ് ആർ എഫക്റ്റ് ആണ് അല്ലേ. ദിസ് ഇസ് ആക്ച്വലി പ്ലസ് ആർ ആണ്, പൈ ബോണ്ടിൻ്റെ മൂവ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ. നോക്കാം, ഇവിടെ ഇലക്ട്രോഫൈൽ വരുന്നു, ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ ഉണ്ടാകും, അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇവിടെ പോസിറ്റീവ്, ഇവിടെ എന്ത് വരും, പോസിറ്റീവ് ചാർജ് വരും. ഇനി ഇവിടെ എഗെയിൻ ഒരു റെസണേറ്റിംഗ് സ്ട്രക്ചറും കൂടെ നമുക്ക് വരച്ചുകൂടെ, പ്ലസ് എം എഫക്റ്റും കൂടെ ഇവിടെ ഉണ്ടാവത്തില്ലേ. അപ്പോൾ ആ പ്ലസ് എം എഫക്റ്റും കൂടെ ഞാനിവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാം, എക്സ്, ഓക്കെ, വിത്ത് എ പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് ഇലക്ട്രോഫൈൽ അല്ലേ. ഇവിടെ ഇലക്ട്രോഫൈലും കൂടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇവിടെ ആരൊക്കെയുണ്ട്, പ്ലസ് ആറും ഉണ്ട്, പ്ലസ് എമ്മും ഉണ്ട് സെക്കൻഡ് പൊസിഷനിൽ അല്ലേ. പ്ലസ് റെസണൻസും ഉണ്ട്, പ്ലസ് എമ്മും ഉണ്ട്. സോ ബേസിക്കലി അല്ലെങ്കിൽ നമുക്ക് പറയാം മോർ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും, മോർ സ്റ്റേബിൾ ആയിരിക്കും അല്ലേ. സോ പ്രിഫേർഡ് പൊസിഷൻ ഏതാണ്, ഇലക്ട്രോഫൈൽ ഏത് പൊസിഷനിൽ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ളതായിരിക്കും പ്രിഫറൻസ്, സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ദിസ് ഈസ് ദ പൊസിഷൻ വെർ ഇലക്ട്രോഫൈൽ ഈസ് ഗോൺ ടു അറ്റാക്ക്. ഓക്കെ, ഇലക്ട്രോഫൈൽ വരുന്നു, എവിടെ അറ്റാക്ക് ചെയ്യുന്നു, നമ്മുടെ സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, റാദർ ദാൻ തേർഡ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ആൽഫ പൊസിഷനിൽ
ആരൊക്കെ? പൈറോൾ, ഫ്യൂറാൻ ആൻഡ് തയോഫിൻ. 3 പേർക്കും സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സേ ഒരു പ്രോബ്ലം ഒക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? CH3 KOH എന്നൊക്കെ പറയുന്നത് നമ്മുടെ റീമർട്ടിമൻ റിയാക്ഷൻ പോലെയുള്ള ഒരു റിയാക്ഷനാണ്. CHO ഇലക്ട്രോഫൈൽ എന്താണ്? CHO ഫോമൈലേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അത് നമുക്ക് സംസാരിക്കാം. വിൽസ്മ ആക്ട് റിയാക്ഷൻ ഒക്കെ ഉണ്ട്, അവസാനം നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യെസ്, യു ജസ്റ്റ് സിംപ്ലി പുട്ട് CHO. ഇലക്ട്രോഫൈൽ ഏതാണെന്ന് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യുക? സെക്കൻഡ് പൊസിഷൻ എന്ത് ചെയ്യുക? ഇലക്ട്രോഫൈൽ കൊടുക്കുക. ഡൺ ആൻഡ് ഡസ്റ്റഡ്. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി ഫ്യൂറാൻ്റെ കേസ് എഗെയിൻ ഇവിടെയുള്ള ഇലക്ട്രോഫൈൽ എന്താണ്? CH3+ ആയിരിക്കും അല്ലേ? ഫിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ ഐ വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ആൻഡ് സെക്കൻഡ് പൊസിഷൻ എഗെയിൻ സെക്കൻഡ് പൊസിഷൻ നിങ്ങൾ എന്ത് കൊടുക്കുക? CH3 കൊടുക്കുക എന്നുള്ളതാണ്. എഗെയിൻ നൈട്രേഷൻ്റെ ഒരു കാര്യമാണ് ഫ്യൂറാൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? യെസ്, നിങ്ങൾ ഓക്കെ, സോ ദിസ് ഈസ് യുവർ നൈട്രേഷൻ NO2 എന്നുള്ള രീതിയിൽ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, യെസ്, സെക്കൻഡ് പൊസിഷൻ എന്താണ്? പ്രിഫേർഡ് ആണ്. സോ ഇലക്ട്രോഫൈൽ കംസ് ആൻഡ് അറ്റാക്ക് വിച്ച് പൊസിഷൻ? പൈറോൾ. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. പൈറോൾ, ഫ്യൂറാൻ ആൻഡ് തയോഫിൻ ഏത് പൊസിഷനിലാണ്? സെക്കൻഡ് പൊസിഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറൈറ്റ്, ഇനി പിരിഡീൻ്റെ കേസ് ആണെങ്കിലോ? പിരിഡിൻ നമ്പർ ചെയ്യുമ്പോൾ വി ഹാവ് ടു നമ്പർ ലൈക്ക് ദിസ് 1 2 3 and 4. ഓക്കെ, ആൻഡ് we'll call this as alpha, beta and gamma. Again, this is equivalent അല്ലേ? 3 2 എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ 2 പൊസിഷനല്ല, മറിച്ച് 3 പൊസിഷൻ ഉണ്ട്. 2 3 and 4 നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം 2ൻ്റെ ഒരു കാര്യം ഒന്ന് നോക്കാം. ഓക്കെ, സെക്കൻഡ് പൊസിഷനിലാണ് അറ്റാക്ക് നടക്കുന്നതെങ്കിൽ, ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ ഇലക്ട്രോഫൈൽ വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ റെസണേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. വലിയ ആനക്കാര്യമൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, സിംപ്ലി വി വിൽ ജസ്റ്റ് ഡ്രോ ലൈക്ക് ദിസ്. ഇവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും അല്ലേ? സെക്കൻഡ് പൊസിഷനിൽ ഇലക്ട്രോഫൈൽ വരികയാണെങ്കിൽ യെസ്, ദിസ് ഇസ് യുവർ ഇലക്ട്രോഫൈൽ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ഉണ്ടാകും അല്ലേ? അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ദാ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റെസണേറ്റിംഗ് സ്ട്രക്ചർ മാത്രം ഒന്ന് വരയ്ക്കുന്നു കേട്ടോ. റെസണേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ യെസ്, പോസിറ്റീവ് ചാർജ് വരുന്നു. ആൻഡ് ഹിയർ വി ഹാവ്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് യുവർ ഇലക്ട്രോഫൈൽ. ദിസ് ഇസ് യുവർ ഇലക്ട്രോഫൈൽ. ഓക്കെ, ഇനി അടുത്തത് എന്തായിരിക്കും? യെസ്, അടുത്തത് ബേസിക്കലി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും അല്ലേ? +R വരുന്നു. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? യെസ്, വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. നൈട്രജൻ വരുന്നു ഇവിടെ, ഇവിടെ, ആൻഡ് അഗെയിൻ ഇവിടെ നൈട്രജൻ്റെ മുകളിൽ എന്ത് വരും? യെസ്, പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ നിങ്ങൾ പറ, റെസനേറ്റിംഗ് സ്ട്രക്ചറിൽ നൈട്രജൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആണ് അല്ലേ? ഇവിടെ ഉള്ളതിൽ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ് നൈട്രജൻ. അതിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരുന്നത് ഫേവറബിൾ ആണോ നോട്ട് ഫേവറബിൾ ആണോ? യെസ്, ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഫേവറബിൾ. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഓൺ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓക്കെ എന്താണ്? ഇസ് നോട്ട് ഫേവറബിൾ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പൊസിഷൻ ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫോർത്ത് പൊസിഷൻ. ഓക്കെ, ഇതേപോലെ നമ്മൾ ഫോർത്ത് പൊസിഷൻ ആണെന്ന് വിചാരിക്കുക. ഫോർത്ത് പൊസിഷൻ. ഓക്കെ, ഫോർത്ത് പൊസിഷനിൽ വരികയാണെങ്കിൽ നോക്കിക്കോളൂ, എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മുടെ പിരിഡിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, സോ വിൽ ഗെറ്റ് വാട്ട്? യെസ്, ദിസ് ഈസ് യുവർ ഇലക്ട്രോഫൈൽ. ഇവിടെ ഇലക്ട്രോഫൈൽ വരുന്നു. ആൻഡ് സോ വിൽ ഹാവ് വാട്ട്? പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ. അഗെയിൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരുന്നു, റെസനേറ്റിംഗ് സ്ട്രക്ചറാണ്. അഗെയിൻ നിങ്ങൾക്ക് മനസ്സിലാകും നൈട്രജൻ്റെ മുകളിൽ എന്തുണ്ട്? യെസ്, അഗെയിൻ പോസിറ്റീവ് ചാർജ് വരികയാണ്. അപ്പോൾ അത് ഫേവറബിൾ ആണോ? അല്ല. അഗെയിൻ ഇറ്റ് ഈസ് നോട്ട് ഫേവറബിൾ. ഓക്കെ, ഇവിടെ വരും, നൈട്രജൻ്റെ മുകളിൽ എന്തുണ്ടാകും? യെസ്, പോസിറ്റീവ് ചാർജ്. ഓക്കെ, നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ്. അതുകൊണ്ട് തന്നെ ഫോർത്ത് പൊസിഷനും ഈസ് നോട്ട് ആക്ച്വലി ഫേവറബിൾ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇനി അടുത്തത് ലെറ്റ്സ് സേ തേർഡ് പൊസിഷൻ ആണെന്ന് വിചാരിച്ചോളൂ. തേർഡ് പൊസിഷൻ ആണെങ്കിൽ നോക്കിക്കോളൂ, ദിസ് ഇസ് യുവർ തേർഡ് പൊസിഷൻ. ലെറ്റ്സ് സേ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ വി ഹാവ് 1 2 3 ഓക്കെ ഓവർ ബീറ്റ പൊസിഷൻ. ഇവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തായിരിക്കും? ഇലക്ട്രോഫൈൽ ആണെങ്കിൽ നിങ്ങളൊന്ന് റെസണേറ്റിംഗ് സ്ട്രക്ചർ നേരത്തെ പോലെ വരച്ച് നോക്കുക. വേറെ ഒന്നുമില്ല, നമ്മൾ റെസണേറ്റിംഗ് സ്ട്രക്ചർ വരച്ച് നോക്കുന്നു, ഏതാണ് മോർ ഫേവറബിൾ എന്ന് നോക്കുന്നു, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഇലക്ട്രോഫൈൽ വിത്ത് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, നൗ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരച്ച് നോക്കാം.
So we have something like this. ഇവിടെ എന്തായിരിക്കും? ഓക്കെ, ഇലക്ട്രോഫൈൽ ആൻഡ് വോട്ട് എച്ച് എന്നുള്ള രീതിയിൽ ഉണ്ടാകും. നൗ ഇവിടെ എന്തായിരിക്കും? ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, ദിസ് ഈസ് ദി another നമ്മുടെ nitrogen with a positive charge over here. We have double bond electrophile and hydrogen. As you can see, ഇവിടെയൊക്കെ എന്താണ്? നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഉണ്ടോ? ദർ ഇസ് നോ പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻ pyridine, okay, in pyridine, electrophilic attack is favored at which position? At the third position. Okay, മൈൻഡ് യു, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു ഏതൊക്കെ? ഫ്യൂറാൻ, പൈറോൾ, തയോഫിൻ. അവിടെ എവിടെയായിരുന്നു? യെസ്, സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ദിസ് ഇസ് pyridine എവിടെയാണ്? യെസ്, നമ്മുടെ ബീറ്റ പൊസിഷൻ അല്ലെങ്കിൽ തേർഡ് പൊസിഷനാണ് ഫേവറബിൾ അറ്റാക്ക്. ഓക്കെ, നൗ ലെറ്റ്സ് സേ ഒരു എക്സാമ്പിളും കൂടെ ഒന്നങ്ങ് പറഞ്ഞേക്കാം അല്ലേ. ലെറ്റ്സ് സേ ലൈക്ക് ദിസ് ഇസ് യുവർ pyridine. ഓക്കെ, നൗ if you have taken concentrated HNO3 and H2SO4 like our usual reagents NO2 plus. Okay, your nitronium ion will be the electrophilic reagent and you will be getting what? Yes, okay, third position എന്ത് വരും? Okay, yes, NO2 വരും. എത്രയേ ഉള്ളൂ കാര്യം, the attacks takes place. Okay, yes. ഇനി ഇൻറ്റോൾ, ക്വിനോളിൻ ആൻഡ് ഐസോക്വിനോളിൻ, ഇതും കൂടെ നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ഇൻറ്റോളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് ക്വിനോളിനും ഐസോക്വിനോളിനും എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്ത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇൻറ്റോൾ അല്ലേ, ഇൻറ്റോളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബെൻസിൻ റിംഗ് വരയ്ക്കുക. നൗ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ. യെസ്, ഇതാണ് നിങ്ങളുടെ ഇൻറ്റോൾ എന്ന് പറയുന്നത്. ഇഫ് യു റിമെമ്പർ ദ സ്ട്രക്ചേഴ്സ്. ഓക്കെ, സോ നമ്പർ ഇറ്റ് 1 2 3 ഓർ യു ക്യാൻ കോൾ ദിസ് എസ് ആൽഫ ഓർ ബീറ്റ ആസ് വെൽ. ഇങ്ങനെ നിങ്ങൾക്ക് നമ്പറിങ് കാണാൻ പറ്റും. ലെറ്റ്സ് സേ നമ്മളൊന്ന് നോക്കാം, സെക്കൻഡ് പൊസിഷനിലാണ് ഇലക്ട്രോഫിലിക് അറ്റാക്ക് വരുന്നതെങ്കിൽ. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ ഇലക്ട്രോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. സോ ഓഫ് കോഴ്സ് സംതിങ് ലൈക്ക് ദിസ് വിൽ ഹാപ്പൺ, റൈറ്റ്? സോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കുന്നു. വേറെ എന്താണ്? ഇത് തന്നെയാണ് പരിപാടി നമ്മുടെ, അല്ലേ? സോ ദിസ് ഇസ് പോസിറ്റീവ്, ദിസ് ഇസ് നൈട്രജൻ. ഓക്കെ, ലൈക്ക് ദിസ് ഇറ്റ് വിൽ കം. സോ വി വിൽ ഹാവ് an electrophile and a hydrogen over here. Okay, and see this, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും അല്ലേ, ആൻഡ് ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ആ റെസൊണേറ്റിംഗ് സ്ട്രക്ചറും കൂടെ ഞാൻ ഇവിടെ താഴെ വരയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ, ഇത് ജസ്റ്റ് എക്സ്റ്റൻഷനായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, യെസ്. ഓക്കെ, ഇവിടെ എന്ത് വരും? യെസ്, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. And we have a double bond, okay, nitrogen with here is an electrophile, okay, with a hydrogen. And of course we have one more resonating structure which I'm not going to draw. Okay, ഞാനത് വരയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ഓക്കെ ഞാൻ വരച്ചേക്കാം. ഇനിയിപ്പോൾ അത് വരയ്ക്കാത്തതുകൊണ്ട്, കാരണം എനിക്ക് പറയേണ്ട കാര്യം, അതായത് റീസൺ എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമില്ല. ഇതിങ്ങോട്ട് വരികയാണെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കും? യെസ്, I'll get something like this, double bond N, ഇങ്ങനെ വരും അല്ലേ. ഇലക്ട്രോഫൈൽ ആൻഡ് ഹൈഡ്രജൻ ഈസ് പോസിറ്റീവ് ചാർജ് എന്നുള്ള രീതിയിൽ എനിക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഐ എം ഗോണ ടേക്ക് വൺ മോർ പേജ്, കാരണം തേർഡ് പൊസിഷനിൽ വരികയാണെങ്കിൽ, ഓക്കെ, തേർഡ് പൊസിഷനിലാണെങ്കിൽ ദിസ് ഇസ് ദ സെക്കൻഡ് പൊസിഷൻ അല്ലേ. ഇവിടെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. ഇനിയിപ്പോൾ തേർഡ് പൊസിഷനിലാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, തേർഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ക്വിനോളിൻ നിങ്ങൾ വരയ്ക്കുക. സോറി, ഇൻറ്റോളാണ് വരയ്ക്കുന്നത് അല്ലേ. സോറി, ക്വിനോളിൻ അല്ല, ഇൻറ്റോളാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, യെസ്. സോ ദിസ് ഈസ് ദി തേർഡ് പൊസിഷൻ അല്ലേ. ഇലക്ട്രോഫൈൽ വരുന്നു 1 2 3. ഓക്കെ, ആൻഡ് ഇറ്റ് ഗോസ് ആൻ അറ്റാക്ക് ആൻഡ് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ യു ഹാവ് ഇലക്ട്രോഫൈൽ ഓവർ ഹിയർ ആൻഡ് എ പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ and a nitrogen, right? Yes, and you see this, ഇനി എന്തായിരിക്കും? യെസ്, ഇവിടെ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, റെസൊണേറ്റിംഗ് സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കുന്നത് നമുക്കറിയണം. അത്ര കാര്യമേ ഉള്ളൂ. ഓക്കെ,
with a positive charge and an electrophile and hydrogen. Electrophile and hydrogen. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് റെസനേറ്റിംഗ് സ്ട്രക്ചറിൽ ബെൻസിനോയിഡ് സ്ട്രക്ചർ എന്താണ്? ഇതിനെയാണ് ബെൻസീൻ റിംഗ് അല്ലേ. ബെൻസിനോയിഡ് സ്ട്രക്ചർ എന്താണ്? പ്രിസേർവ്ഡ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബെൻസിനോയിഡ് സ്ട്രക്ചർ അരോമാറ്റിസിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? കാനോണിക്കൽ സ്ട്രക്ചേഴ്സിൽ ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും പ്രിഫറബിൾ? യെസ്, അറ്റാക്ക് ഓൺ തേർഡ് പൊസിഷൻ ഇസ് പ്രിഫറബിൾ. ഓക്കെ, so for intol, okay, third position is actually preferable എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്. ഇനി ലെറ്റ്സ് മേക്ക് ഇറ്റ് വൺ മോർ പേജ്. ആൻഡ് അടുത്തത് നമുക്ക് ക്വിനോളിനും ഐസോക്വിനോളിനും ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ക്വിനോളിനും ഐസോക്വിനോളിനും. സോ ദിസ് ഇസ് യുവർ ഐസോക്വിനോളിൻ. ഓക്കെ, sorry, this is your quinoline and this is your isoquinoline. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, ലെറ്റ്സ് നമ്പർ ദിസ്. നമ്പർ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. 1 2 3 4 5 6 7 and 8. ഓക്കെ, ഇവിടെ ആകുമ്പോൾ 1 2 3 4 5 6 7 8. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് quinoline and isoquinoline, this is quinoline ആൻഡ് ഐസോക്വിനോളിൻ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിസ് പൊസിഷൻ ഈസ് ആക്ച്വലി ഫേവർഡ്, ഫിഫ്ത്ത് പൊസിഷൻ. ഓക്കെ, ബെൻസീൻ റിങ്ങിലുള്ള കാർബണാണ്, ഈ റിങ്ങിലുള്ള റിങ് ഫിഫ്ത്ത് കാർബൺ. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ഇലക്ട്രോൺ റിച്ച്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് എവിടെയാണ്? യെസ്, ഫിഫ്ത്ത് പൊസിഷനാണ്. ഇലക്ട്രോഫൈൽ attacks on fifth position. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇൻ എ സെൻസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ലൈക്ക് ക്വിനോളിൻ, ഫ്യൂറാൻ, അതേപോലെ പൈറോൾ അല്ലേ, ആൻഡ് തയോഫീൻ എന്ന് പറയുന്ന ആളുകളിൽ എവിടെയായിരുന്നു? യെസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ സെക്കൻഡ് പൊസിഷനിലാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, ഇലക്ട്രോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇനി ലെറ്റ്സ് സേ പിരിഡീനിലാണെങ്കിൽ എന്തായിരുന്നു? ഏത് പൊസിഷനാണ്? ദാറ്റ് ഈസ് ദി ബീറ്റ പൊസിഷൻ, തേർഡ് പൊസിഷനിലാണ് വന്ന് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻറ്റോളിലാണെങ്കിൽ, ഓക്കെ, ഇൻറ്റോളിലാണെങ്കിൽ ഏത് പൊസിഷനായിരുന്നു? യെസ്, ഇൻറ്റോളിലാണെങ്കിൽ ഇവിടെയുണ്ട് അല്ലേ. ഇൻറ്റോൾ നമ്മളിപ്പോൾ കണ്ട കാര്യമാണ്. എവിടെയാണ്? യെസ്, സെക്കൻഡ് ആണോ? നോ, തേർഡ് പൊസിഷൻ. ഇൻറ്റോളിലും എവിടെയാണ്? യെസ്, തേർഡ് പൊസിഷൻ. സോ ദിസ് ഇസ് 1 and 2 and 3. സോ ദിസ് ഇസ് ദി ഇൻറ്റോൾ. ഓക്കെ, ആൻഡ് ക്വിനോളിനും ഐസോക്വിനോളിനും നിങ്ങൾ മനസ്സിലാക്കുക എവിടെയാണ്, ഫിഫ്ത്ത് കാർബണിലാണെന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് നാഫ്തലീൻ, ആന്ത്രസീൻ ആൻഡ് ഫിനാന്ത്രീൻ, ഇത്രയും ആളുകളുടെ കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. വിച്ച് ഇസ് വെരി സിമ്പിൾ. പക്ഷേ നാഫ്തലീൻ്റെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കൂടെയാണ്. കാരണം ഇതാ ഇവിടെ നമുക്ക് നമ്പർ ചെയ്യുന്നതും കൂടെ നമുക്കറിയണം. ദിസ് ഇസ് ആക്ച്വലി നമ്മുടെ നാഫ്തലീൻ എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലേ. ഓക്കെ, ഇഫ് യു നമ്പർ ദിസ് ഇസ് ലൈക്ക് 1 2 3 4 5 6 7 8 എന്നുള്ള രീതിയിൽ നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും, ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഇസ് 9 and 10. ഓക്കെ, ആൻഡ് നമ്മുടെ ഇലക്ട്രോഫൈൽ വരികയാണെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് ഏത് പൊസിഷനിലായിരിക്കും? യെസ്, ഈ ഒരു പൊസിഷനിലായിരിക്കും. ഓക്കെ, 1 2 എന്ന് പറയുന്ന ആൽഫ ബീറ്റ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് രണ്ടും എന്താണ്? സിമെട്രിക്കലാണ്, വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പൊസിഷനാണുള്ളത്, 1 and 2. അപ്പോൾ നമുക്ക് ആ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും നമുക്കൊന്ന് എഴുതി നോക്കാം. ലെറ്റ്സ് സേ ഫസ്റ്റിലാണ് വരുന്നതെങ്കിൽ ഓർ ആൽഫയാണെങ്കിൽ, ഓക്കെ, എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, we will get something like this. Okay, ഇലക്ട്രോഫൈൽ എവിടെ വരും? യെസ്, ഇലക്ട്രോഫൈൽ ഇവിടെ വരും ആൻഡ് വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലേ. ഇവർ തമ്മിൽ ഒരു സ്റ്റെറിക് റിപ്പൾഷൻ ഉണ്ടാവത്തില്ലേ അല്ലേ? ഒരു 1-3 ഇൻട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ ഇവർ തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് ലെസ് സ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ലെസ് സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ലോ ടെമ്പറേച്ചറിൽ
ഓക്കെ, ഇവർ ഫോം ചെയ്യും. ഇവർ ഫാസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറയും ദിസ് ഈസ് ആക്ച്വലി എ കൈനറ്റിക് പ്രൊഡക്റ്റ്. ദിസ് ആക്ച്വലി കൈനറ്റിക് പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേസമയം നമ്മൾ ഓക്കെ സെക്കൻഡ് പൊസിഷനിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. സെക്കൻഡ് പൊസിഷനിലാണെങ്കിൽ ഇതാ ഇലക്ട്രോഫൈൽ ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഇവിടെ ഒരു റിപ്പൽഷനൊന്നും ഇവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യെസ്, തെർമോഡൈനാമിക് പ്രൊഡക്റ്റ്, TCP എന്ന് വിളിക്കുക. എന്താണ്? തെർമോഡൈനാമിക് കൺട്രോൾഡ് പ്രൊഡക്റ്റ്. തെർമോഡൈനാമിക് കൺട്രോൾഡ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ വിളിക്കും. പ്രോഡക്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ കൈനറ്റിക്കലി കൺട്രോൾഡ് പ്രൊഡക്റ്റ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ആൽഫ ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, കൈനറ്റിക്കലി കൺട്രോൾഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. ബീറ്റ ആണെങ്കിൽ ദാറ്റ് വിൽ ബി തെർമോഡൈനാമിക്കലി കൺട്രോൾഡ് പ്രൊഡക്റ്റ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓൾറൈറ്റ്, ഇനി ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ അഗെയിൻ ദിസ് ഇസ് യുവർ ആൽഫ ആൻഡ് ദിസ് ഇസ് യുവർ ബീറ്റ. കൈനറ്റിക് കൺട്രോൾഡ് പ്രൊഡക്റ്റും അതേപോലെ തെർമോഡൈനാമിക് കൺട്രോൾഡ് പ്രൊഡക്റ്റും ഏതായിരിക്കും മോർ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്? ഓഫ് കോഴ്സ് ആരായിരിക്കും? യെസ്, തെർമോഡൈനാമിക് കൺട്രോൾ പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങളുടെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. കൈനറ്റിക് കൺട്രോൾ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് ദാറ്റ് വിൽ ബി ലെസ് സ്റ്റേബിൾ. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് ആൽഫ ആണെങ്കിൽ, യെസ്, ആൽഫ പൊസിഷൻ ആണെങ്കിൽ ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഇസ് യുവർ ആൽഫ. നൗ ദിസ് ഇസ് ഇലക്ട്രോഫൈൽ ഇവിടെയാണെങ്കിൽ, സോ അവർ ഇലക്ട്രോഫൈൽ വിൽ ബി CH3. ഓക്കെ, സോ ദിസ് ഇസ് യുവർ KCP. ഓക്കെ, ആൻഡ് തെർമോഡൈനാമിക് കൺട്രോൾഡ് പ്രൊഡക്റ്റ് എന്താണ്? ദിസ് ഇസ് യുവർ ആൽഫ പൊസിഷൻ. ആൻഡ് തെർമോഡൈനാമിക് കൺട്രോൾഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ദാറ്റ് വിൽ ബി ബീറ്റ പൊസിഷൻ. ദാറ്റ് ഈസ് ഓൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് regarding this naphthalene. Okay, so this is the thermodynamics control product which is more stable. Okay, yes. ഇനി ഇതേ കാര്യം ആന്ത്രസീൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ആന്ത്രസീൻ്റെ നമ്പറിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്പർ ചെയ്യുക അല്ലേ? 1 2 3 4 5 6 7 8. ഓക്കെ, 9 and 10. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ റിച്ച് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺ റിച്ച് സെൻറ്റർ എന്ന് അല്ലെങ്കിൽ ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യുന്നത് 9 and 10th പൊസിഷനാണ്. ഓക്കെ, ദീസ് ആർ ദി 2 പൊസിഷൻസ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുക്കുകയാണെങ്കിൽ, ഓക്കെ ലെറ്റ്സ് സേ 10 എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ലെറ്റ്സ് കോൾ ദിസ് A and B ഫോർ ദ ടൈം ബി. ഓക്കെ, 1 2 എന്ന് എഴുതുന്നില്ല, A and B. 9 10 നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ എയിലാണ് നമ്മുടെ Br2/Fe(Br3) ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും Br വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, A പൊസിഷനിലാണെങ്കിൽ, ഓക്കെ ആന്ത്രസീൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ് അല്ലേ? ആൻഡ് ഇങ്ങനല്ലേ വരുന്നത്? ഓക്കെ, ഇവിടെ ആര് വരും? Br വരും. ആൻഡ് ഹിയർ വി വിൽ ഹാവ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരട്ടെ അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ സോറി യെസ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇതിങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പോലെ റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുകയാണ്. ഓക്കെ 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 റെസണേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ഇവിടെ ഇതിങ്ങനെ വരും അല്ലേ? ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ആൻഡ് ഹിയർ വി ഹാവ് Br. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു Br മൈനസ് വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, സോ വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. അവിടെ Br വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, യെസ് യെസ്. ഓക്കെ, സോ വി ഹാവ് Br and Br. ഓക്കെ, നൗ യു ക്യാൻ സീ ദ ഹിയർ. ഇവിടെ എന്താണ്? ഇവിടെ 2 ബെൻസിനോയിഡ് റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ? 2 ബെൻസിനോയിഡ് റിംഗ് സ്ട്രക്ചേഴ്സ്, ബെൻസിനോയിഡ് സ്ട്രക്ചേഴ്സ് പ്രിസർവ്ഡ് ആയിട്ട് അവിടെ ഉണ്ട്. ഓക്കെ, വെൻ ബ്രോമിൻ ഈസ് അറ്റാക്കിംഗ് ഓൺ ദിസ് പൊസിഷൻ, ദിസ് പെർട്ടിക്കുലർ പൊസിഷൻ. ഇനി ഇതേ കാര്യം ബിയിലാണെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബിയിലാണെങ്കിൽ, ഓക്കെ ബിയിലാണെങ്കിൽ, ഓക്കെ ദിസ് ഇസ് യുവർ ബി. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ Br വരുന്നതെന്ന് വിചാരിച്ചോളൂ അല്ലേ? ബിയിലാണെങ്കിൽ അവിടെ ആയിരിക്കും പോസിറ്റീവ് ചാർജ്. എവിടെ വരും? യെസ്, പോസിറ്റീവ് ചാർജ് ഇവിടെ വരും അല്ലേ? സോ ദിസ് ഇസ് യുവർ പൊസിഷൻ. ആൻഡ് യു ക്യാൻ സീ ദ മൊമെൻറ്റ് ഇറ്റ് സെൽഫ് ഇറ്റ് ഫോംസ് ഹിയർ
ഇവിടെ എന്താവും? യെസ്, നമ്മുടെ റെസണൻസ് ബ്രേക്ക് ചെയ്യും. നമ്മുടെ ബെൻസിനോയിഡ് സ്ട്രക്ചർ എന്ത് ചെയ്യും? യെസ്, ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരുന്നു. ആൻഡ് ഹിയർ വി ഹാവ് ഡബിൾ ബോണ്ട് ആൻഡ് ഹിയർ വി ഹാവ് ബി ആർ. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസണേറ്റിംഗ് സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ പറ്റും. അതൊക്കെ വേറെ വിഷയം, ഒന്നും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇവിടെ എന്തായി? നമ്മുടെ ബെൻസിനോയിഡ് സ്ട്രക്ചർ എന്ത് ചെയ്തു? യെസ്, നമ്മുടെ അരോമാറ്റിസിറ്റി എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? യെസ്, അരോമാറ്റിസിറ്റി ലോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? യെസ്, അരോമാറ്റിസിറ്റി ബെൻസിനോയിഡ് സ്ട്രക്ചറാണ് പറയുന്നത് കേട്ടോ. ബെൻസിനോയിഡ് സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? അരോമാറ്റിസിറ്റി ലോസ്റ്റ്, ബെൻസിനോയിഡ് സ്ട്രക്ചർ ലൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏത് പൊസിഷനായിരിക്കും ഫേവറബിൾ? യെസ്, നമ്മുടെ എ പൊസിഷനായിരിക്കും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് കേട്ടോ. അതായത് 9 10 എടുക്കുക. അതിൽ എവിടെയായിരിക്കണം? ഇവിടെ ആയിരിക്കണം നിങ്ങൾ അറ്റാക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ റിമെമ്പർ ദിസ് പൊസിഷൻ ഈസ് ആക്ച്വലി ഇലക്ട്രോഫൈൽ ഈസ് ഗോയിങ് ടു അറ്റാക്ക് ദാറ്റ് പൊസിഷൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് വാട്ട് യുവർ ആന്ത്രസീൻ. ഇനി ഒരു പ്രോബ്ലം. യെസ്, ഫിനാൻത്രീൻ്റെ കേസാണ് അല്ലേ അടുത്തത്? യെസ്, ആന്ത്രസീൻ്റെ കഴിഞ്ഞു. ഇതേതാണ്? ഫിനാൻത്രീൻ്റെ കേസാണ്. ഫിനാൻത്രീൻ്റെ കേസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, എഗെയിൻ നിങ്ങൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി 1 2 3 4 5 6 7 8 and 9 and 10. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി നമ്മുടെ ഇലക്ട്രോൺ റിച്ച് ഇലക്ട്രോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. സോ യു വിൽ ബി ഗെറ്റിംഗ് എക്സാക്ട്ലി ലൈക്ക് ദിസ് സ്ട്രക്ചർ. You could draw like this. Okay, you could draw like this. Okay, and you can draw like this. Okay, here bromine will come. Okay, this is how it is going to give you this. Okay, ഇലക്ട്രോഫൈൽ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. യുവർ 9 10 പൊസിഷനിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം, സിമ്പിളാണ്. ഓക്കെ, ഒരുവിധം സിസ്റ്റം ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് സംസാരിക്കാനുള്ളത് ഫോർമൈലേഷൻ റിയാക്ഷനാണ്. ഓക്കെ, ഫോർമൈലേഷൻ റിയാക്ഷനിൽ ലെറ്റ്സ് സേ ബെൻസീൻ വരുന്നു, ലൈക്ക് CHO പ്ലസ് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ദിസ് ഈസ് യുവർ ഫോർമൈലേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവിടെ 2 റിയാക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തത് വിൽസ്മെയർ ഹാക്ക് റിയാക്ഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസവും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ നമ്മളൊരു ബെൻസിൻ റിങ് എടുക്കുന്നു. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ലെറ്റ്സ് സേ ഞാൻ NH2 എടുത്തെന്ന് വിചാരിച്ചു. ഇവിടെ എന്താണ്? ഒരു NH2 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ ദ ടൈം ബീങ് ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് എനിക്ക് വേണ്ട 2 റിയേജൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒന്ന് DMF ആണ്. ഓക്കെ, പിന്നെ വേണ്ടത് PuCl3 ആണ്. ഓക്കെ, ദിസ് ഇസ് DMF PuCl3. ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിയാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാരണം ഇവിടെ നിന്നാണ് നമ്മളുടെ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് വാട്ടറിൻ്റെ പ്രസൻസും കൂടെ ആസ് എ സോൾവെൻറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ദിസ് ഇസ് വിൽസ്മെയർ ഹാക്ക് റിയാക്ഷൻ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കീം വേണമെങ്കിൽ നമുക്ക് എഴുതാം. സ്കീം ഒന്നുമില്ല. വാട്ട് വി ഗെറ്റ് ഇസ് ഓക്കെ, NH2 കിട്ടും ആൻഡ് യു വിൽ ബി ഫോർമൈലേഷൻ റിയാക്ഷൻ ആണ്. CHO വരും ആൻഡ് ദിസ് ഇസ് ഓർത്തോ ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഇസ് യുവർ പാര. CHO എന്നുള്ള രീതിയിൽ വരും. സോ പാര എന്തായിരിക്കും? സ്റ്റെറിക് റീസൺസിനൊക്കെ കാരണം കൊണ്ട് ഇത് മേജർ ആയിരിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ഓൾ ദീസ് തിങ്സ്. സോ വാട്ട് ഈസ് DMF? ഓക്കെ, ദിസ് ഇസ് DMF അല്ലേ? NN dimethyl formamide. Okay, okay, this is it. Okay, this is DMF. NN dimethyl formamide എന്ന് പറയുന്നത്. Okay, this is actually reacting with what? PuCl3. This is actually reacting with the PuCl3. അപ്പോൾ നമുക്കൊന്ന് റിയാക്ഷൻ ഒന്ന് നോക്കാം. എന്തായിരിക്കും? ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. ഇതിങ്ങോട്ടേക്ക് വരും. സ്വാഭാവികമായിട്ടും ഇയാൾ എന്താവും? O മൈനസ് ആകും. ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? യെസ്, നമ്മുടെ ഇവിടെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും O മൈനസ് ആകും. ഇതിങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഇതിങ്ങോട്ടേക്ക് വരും ആൻഡ് ഇറ്റ് വിൽ റിമൂവ് 1 Cl ആൻഡ് യു ഗെറ്റ് വാട്ട്?
ആൻഡ് യു ഗെറ്റ് വോട്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ, എൻ CH3 എൻ CH3 ഓക്കെ, ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, CH ഓക്കെ, CHO അല്ലേ, സിംഗിൾ ബോണ്ട് O, പിന്നെന്തായിരിക്കും, യെസ്, P ഡബിൾ ബോണ്ട് O Cl എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, ഇത്രയും ഓക്കെ ആണല്ലോ. ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇതാ ഈ Cl മൈനസ് വന്നിട്ട് ഇവിടെ നിന്ന് പോയ Cl മൈനസ് ഉണ്ടല്ലോ, ഈ Cl മൈനസ് വന്നിട്ട് എവിടെ അറ്റാക്ക് ചെയ്യും, യെസ്, നമ്മുടെ ഓക്കെ, ഓർ ഐ വുഡ് റൈറ്റ് ഹിയർ, ഓക്കെ, ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. നമ്മുടെ ഈ Cl മൈനസ് ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും, ഈ നൈട്രജൻ ഈ പോസിറ്റീവ് ചാർജ് അങ്ങ് ഓപ്പൺ ചെയ്യും. സോ വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. നോക്കിക്കോളൂ, CH3 ഓക്കെ, സോറി Cl അല്ലേ, എന്തായിരുന്നു, നൈട്രജൻ ആണ്, നൈട്രജൻ ഓക്കെ, ഇവിടെ ഉണ്ടാകും. ആൻഡ് വോട്ട്, യെസ്, CHCl ഉണ്ടാകും അല്ലേ, CHCl ഓക്കെ, CHCl, പിന്നെന്താണ്, OPOCl2 എന്നുള്ള രീതിയിൽ നമുക്കുണ്ടാകും. ഇതല്ലേ കറക്റ്റ് ആണല്ലോ എഴുതിയിരിക്കുന്നത്, യെസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും നടക്കുക, അടുത്ത സ്റ്റെപ്പിൽ ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, വീഡിയോ ആണെങ്കിൽ ഞാൻ ഓൺ ചെയ്ത് തരാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും, എഗെയിൻ ഇവിടെ നിന്ന് ഈ നൈട്രജൻ്റെ ലോൺ പെയർ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു. സോ ഇവിടെ നിന്ന് ഈ ബോണ്ട് അങ്ങ് പോകുന്നു. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് PO2Cl2 കിട്ടും. സോ യു വിൽ ബി ഗെറ്റിംഗ് ഓക്കെ, CH3N CH3 ഓക്കെ, ഡബിൾ ബോണ്ട് വിത്ത് എ പോസിറ്റീവ് ചാർജ്, CH ആൻഡ് Cl എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നു. ആൻഡ് ദിസ് ഈസ് യുവർ ഇലക്ട്രോഫൈൽ. ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, യെസ്, നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇലക്ട്രോഫൈലാണ്. ഓക്കെ, ആ ഇലക്ട്രോഫൈല് ഇനി എന്ത് ചെയ്യുന്നു, നമ്മുടെ സിസ്റ്റം വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, യെസ്. DMF വരുന്നു, POCl3യുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓൾ ദീസ് തിങ്സ് ഹാപ്പൺസ് ഹിയർ ആൻഡ് ദോ, ആൻഡ് വി ഗെറ്റ് വോട്ട്, ആൻ ഇലക്ട്രോഫൈൽ. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം, ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, യെസ്, നമ്മുടെ അനിലീൻ വന്നിട്ട് ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, യെസ്, അനിലീൻ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ, യെസ്, NH2 വരുന്നു. ഓക്കെ, യെസ്, അനിലീൻ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ദിസ് ഇസ് NH2, ദിസ് ഇസ് യുവർ ഇലക്ട്രോഫൈൽ അല്ലേ, സി ഡബിൾ ബോണ്ട് N CH3 പ്ലസ് H ആൻഡ് Cl. ഓക്കെ, സോ ഇതെന്ത് ചെയ്യുന്നു, ഇവർ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ഇയാൾ വന്നിട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. നാച്ചുറലി ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ, അനിലീൻ ഓക്കെ, ഡബിൾ ബോണ്ട് NH2 വിത്ത് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ, ബാക്കി എന്തൊക്കെയാണുള്ളത്, ഇവിടെ നോക്കൂ, CH ഉണ്ട്, CHCl വിത്ത് N ആൻഡ് വോട്ട്, CH3 ഓക്കെ, CH3 ആൻഡ് വോട്ട്, CH3 എന്നുള്ള രീതിയിൽ ഉണ്ടാകും. ആൻഡ് ഹിയർ യു വിൽ ഹാവ് വൺ മോർ ഹൈഡ്രജൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ സ്വാഭാവികമായിട്ടും അരോമാറ്റിസിറ്റി ഇവർക്ക് റീഗെയിൻ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു, അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യുന്നു. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. ഒന്നുമില്ല, ഇതിങ്ങനെ തന്നെ വരച്ച് പോവുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ CHCl ഓക്കെ, CHCl N CH3 ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത് ഇവിടെ നിന്ന് ഇയാൾ ഡൊണേറ്റ് ചെയ്യുന്നു, അപ്പോൾ Cl എന്താകുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, മെക്കാനിസം നിങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്. ഓക്കെ, ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ജസ്റ്റ് ഫോർമലൈസേഷൻ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇവിടെ വാട്ടർ കൊടുക്കുകയാണെങ്കിൽ, H2O കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അങ്ങ് ബ്രേക്ക് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്സിജൻ കൊടുത്താൽ മതി, പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, NH2 വാട്ടറാണ് കൊടുക്കുന്നത്, NH2, ആൻഡ് യു വിൽ ഗെറ്റ് വോട്ട്. ഇവിടെ ഓൾറെഡി ഒരു സി ഉണ്ട്, ഒരു H ഉണ്ട്, ഇവിടെ എന്ത് വരും, ഡബിൾ ബോണ്ടോ വരും. ദിസ് ഇസ് യുവർ റിയാക്ഷൻ. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ സമ്മറൈസ് ചെയ്ത് തരാം. DMF ഉണ്ട്, POCl3 ഉണ്ട്. ഇത് DMFും POCl3ഉം ആദ്യം റിയാക്ട് ചെയ്തിട്ട് യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇലക്ട്രോഫൈൽ.
ആ ഇലക്ട്രോഫൈലിനെ ആര് അറ്റാക്ക് ചെയ്യുന്നു? നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുള്ള ആൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്തിട്ട് ഓർത്തോയിലും അതേപോലെ പാരയിലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതാ അഗെയിൻ ഇങ്ങനെ ഒരു ചോദ്യം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് PuCl3 DMF H2O? ഇത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, ദിസ് ഇസ് വാട്ട് വിൽസ്മെയർ ഹാക്ക് റിയാക്ഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? CHOയുടെ അഡീഷനാണ്. ഇലക്ട്രോഫൈലായിട്ട് CHO വരും അല്ലേ? അപ്പോൾ ഇതാരാണ്? ഫ്യൂറാൻ. ഫ്യൂറാൻ ഏത് പൊസിഷനിലാണ്? സെക്കൻഡ് പൊസിഷൻ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ യെസ്, ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ വരുന്നു, ഇവിടെ ആര് വരും? CHO വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇതേപോലെ ഇതാ ഇവിടെ ഫിനോളിൻ്റെ കേസിൽ വരുമ്പോൾ ഇവിടെ എന്തായിരിക്കും? യെസ്, ഫിനോൾ വിത്ത് CHO. ഓക്കെ, ഇതേപോലെ ഇതാ ഫിനോൾ വിത്ത് CHO. ഓക്കെ, പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും, ഇവിടെ ഓർത്തോ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് യുവർ വിൽസ്മെയർ ഹാക്ക് ഇക്വേഷൻ. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. DMF ആൻഡ് PuCl3. ഓഫ് കോഴ്സ് വാട്ടർ മേ ബി എഴുതിയിട്ടുണ്ടാവത്തില്ല. ഓക്കെ, ആൻഡ് ഫൈനലി വി ഹാവ് ടു ഡീൽ വിത്ത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ആസ് വെൽ. അപ്പോൾ ഇതും ഫോർമലൈസേഷൻ റിയാക്ഷൻ ആണ്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ കോച്ച്. ഗട്ടർമാൻ റിയാക്ഷൻ വേറെ ഉണ്ട്. ഇതെന്താണ്? ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. അപ്പം CHO കാണാൻ പറ്റും, കോച്ചിലെ CHO. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? വി ഹാവ് ബെൻസീൻ. ഓക്കെ, വി ഹാവ് കാർബണൈൽ CO plus HCl. We have anhydrous AlCl3 as well. Okay, now which gives what? Yes, നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നത് CHO. ഓക്കെ, വിൽ ഗെറ്റ് ബെൻസാൽഡിഹൈഡ്. ഇതിൻ്റെ മെക്കാനിസം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് മക്കളെ. ഇതാണ് നമ്മുടെ കാർബണൈൽ അല്ലേ? ഓക്കെ, ഇവിടെ ഉണ്ടാകും. ഇത് ആരെ അറ്റാക്ക് ചെയ്യുന്നു? യെസ്, നമ്മുടെ HClനെ അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഫോംഡ് വിത്ത് വോട്ട്? AlCl3 ഇവിടെ ഉണ്ട് അല്ലേ? AlCl3. ഓക്കെ, അപ്പോൾ ഇവർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്താൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ഇവിടെ നോക്കിക്കോളൂ. ലെറ്റ്സ് സേ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, സോ ഇതും എന്ത് തന്നെയായിരിക്കും? ഓക്കെ, ഒരു ബോണ്ട് ഫോർമേഷനും ബോണ്ട് ബ്രേക്കിങ്ങും പോലെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇവിടെ? സോ വി വിൽ ബി ഗെറ്റിംഗ് HCS ഇങ്ങനെ വരും. ഓക്കെ, വിത്ത് എ പോസിറ്റീവ് ചാർജ്. ഓട്ടെ, പ്ലസ് എന്ത് വരും? AlCl4 മൈനസ് എന്നും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ ബെൻസീൻ വരുന്നു. സോ വി ഗെറ്റ് ദ ഇലക്ട്രോഫൈൽ ലൈക്ക് ദിസ്, CO പ്ലസ് വിത്ത് H. ഓക്കെ, ഇനി എന്ത് വരുന്നു? ഇയാൾ വരുന്നു, ഇയാൾ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ചാർജ്. ഓക്കെ, C ഡബിൾ ബോണ്ട് OH എന്നുള്ള രീതിയിൽ വരുന്നു. ആൻഡ് ഹിയർ വി വിൽ ഹാവ് വാട്ട്? ഒരു ഹൈഡ്രജൻ. ആൻഡ് ഓഫ് കോഴ്സ് അരോമാറ്റിസിറ്റി ഓഫ് കോഴ്സ് റീഗെയിൻ ചെയ്യണം. ആൻഡ് യു ഗെറ്റ് വാട്ട്? ബെൻസാൽഡിഹൈഡ്. ദാറ്റ്സ് ഇറ്റ്. ഓൾറൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.